ഹലോ ഗേയ്സ്, ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എല്ലാ നിമിഷങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആട്ടോ അത്. അപ്പോൾ ഞാൻ 4:30 എണീറ്റിട്ടുണ്ട്. എണീറ്റപ്പോൾ എനിക്ക് ഉറക്കൊന്നും മതിയായിട്ടില്ല, കണ്ണൊന്നും നേരെ മെഴിയുന്നില്ല. ആദ്യം എന്ത് പണി ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എല്ലായിടും തുടയ്ക്കാൻ പറ്റില്ല, കാരണം ചിലവരൊക്കെ താഴത്ത് കിടക്കുന്നുണ്ട്. അവരൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ തുടയ്ക്കാൻ നിന്നാൽ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ഞാൻ അടുക്കള ഭാഗം, ഭക്ഷണം ഉണ്ടാക്കുന്ന ഏരിയ മാത്രം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. നമ്മുടെ അതിനുശേഷം ഞാൻ തലേ ദിവസം ഓരോരോ പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിരുന്നു. അതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകണ്ടേ. തണുപ്പൊക്കെ പോയതിന് ശേഷം പാകം ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഞാൻ അരിഞ്ഞ് വെച്ച ഓരോ പച്ചക്കറിയുടെ പ്ലേറ്റൊക്കെ പുറത്തേക്ക് വെക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഇതാ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ട് വേണ്ട നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ. ദൈവത്തിൻ്റെ മുമ്പിൽ വിളക്കത്തൊക്കെ വെക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ കുട്ടിയുടെ പിറന്നാളല്ലേ, അപ്പോൾ കുളിച്ചിട്ട് വേണ്ട ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ഡ്യൂട്ടി ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഇഡ്ലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 1-2 ആവിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് വേറെ പണിയും ചെയ്യാമല്ലോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇഡ്ഡലിക്ക് ഞാൻ 1-2 ആവി വെച്ചു കേട്ടോ. ഇഡ്ഡലിക്ക് ആവശ്യമുള്ള 1-2 ആവി. എന്നാൽ അവർ എണീറ്റ് കഴിഞ്ഞാൽ വേഗം അവർക്ക് രാവിലത്തെ ഫുഡ് അങ്ങ് കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 ആവി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചതിന് ശേഷം അടുത്ത ഡ്യൂട്ടി എന്ത് ചെയ്യണമെന്നായിരുന്നു കേട്ടോ. ഇഡ്ഡലിക്ക് ഇഡ്ഡലിയുടെ കഴിഞ്ഞ ആ ടൈമിൽ എന്ത് വെക്കണമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിയലിലെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിയലും സാമ്പാറിനുള്ളതൊക്കെ വെച്ചു കേട്ടോ. പരിപ്പ് വെച്ചു, അതുപോലെ മസാലക്കറിക്ക് അരിഞ്ഞ് വെച്ചിരുന്നില്ല, കാബേജും അരിഞ്ഞ് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അമ്മയും കൂടി സദ്യയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് അമ്പലത്തിലൊന്ന് പോയി പോരാന്ന് വിചാരിച്ചു. വിജയദശമി ആയിരുന്നു. പിന്നെ അമ്പലത്തിലൊന്ന് പോകാമെന്ന്, പിറന്നാൾ ദിവസമല്ലേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വഴിപാടും ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാ സാമ്പാർ, നമ്മുടെ ഓലന്, ഉപ്പേരി, മസാലക്കറി, പിന്നെ അവിയൽ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ചാറ്, പപ്പടം. അങ്ങനെ ഇതാ ഞങ്ങളുടെ സെലിബ്രേഷൻ ആരംഭിച്ചിട്ടോ. കേക്ക് മുറിക്കലും കാര്യങ്ങളും. കേക്ക് മുറിക്കൽ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് സമ്മാനം ഇട്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിരുന്നില്ല, ഒരു മുട്ടായി പാക്കറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഫ്രണ്ട്സുകളും എല്ലാവരും വന്നിരുന്നു കേട്ടോ. ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിരുന്നു. നമ്മുടെ അച്ഛൻ്റെ വകയെ ഒരു വള മേടിച്ചു കൊടുത്തിരുന്നു കേട്ടോ, ഗോൾഡിൻ്റെ. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ മിഠായിയും, ചിലവർ ഡ്രസ്സും, അവളെ ചേച്ചിയുടെ വക നെക്ലസും, പിന്നെ ഫാമിലിയിലുള്ളവർ ഡ്രസ്സുകളും ഒക്കെ കേട്ടോ കൊടുത്തിരുന്നു. പിന്നെ 1-2 ഫോട്ടോകളൊക്കെ എടുത്തതിന് ശേഷം നമ്മളെ വിളക്കത്ത് ചോറ് വെച്ച് അവളെ ഇരുത്തി കഴിപ്പിക്കുകയാണ് കേട്ടോ. അവൾ ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. പച്ചക്കറി ഇതൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ വേഗം കഴിക്കാൻ പറഞ്ഞു. കഴിക്കുന്നിടയിൽ മറ്റു കുട്ടികൾക്ക് കൊടുത്തിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തർ കൊടുക്കുന്ന ഡ്രസ്സ്, അതുപോലെ ചേച്ചി കൊടുത്തതാണിത്, അതുപോലെ അവർ ഫ്രണ്ട്സ് കൊടുത്ത മുട്ടായിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അവളുടെ അച്ഛൻ്റെ വക കേട്ടോ ഈ വള. അത്രയേ ഉള്ളൂ. ബായ്.